ശ്രീ യൂസഫ് അലി കേച്ചേരിയുടെ വേദം എന്ന കവിതയുടെ മൂന്നാമത്തെ ക്ലാസ്സാണിത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നിർത്തി അവസാനിപ്പിച്ചത് ഈ കുട്ടി, വേദം എന്ന കവിതയിലെ കുട്ടി ഉച്ചയ്ക്ക് സ്കൂൾ വിട്ട് വന്നപ്പോൾ പ്രതീക്ഷിച്ച വിഭവങ്ങളൊന്നും തീന്മേശയിൽ കാണാത്തത് കൊണ്ട് പരിഭവിച്ചു പോയ കുട്ടി വീടിന്റെ പിന്നാമ്പുറത്തേക്ക് പാളി നോക്കിയപ്പോൾ ബ്രിട്ടീഷ് ഭരണകാലത്ത് അവരുടെ ക്രൂരമായ ചെയ്തികൾക്ക് ഇരയായ രണ്ടാം ലോകമഹായുദ്ധ കാലഘട്ടത്തില് അന്നം ഒരു സ്വപ്നം മാത്രമായി തീരുന്ന ജനങ്ങൾക്ക് കഞ്ഞി വിളമ്പുന്ന അമ്മയെയാണ് കണ്ടത്. ഇപ്പൊ പുറത്ത് നിൽക്കുന്നവര് കഞ്ഞിയാണ് കുടിക്കുന്നത്. ആ കഞ്ഞിയിൽ കാണുന്നത് ഒന്നോ രണ്ടോ വറ്റു മാത്രം. തന്റെ മേശപ്പുറത്ത് ചോറാണുള്ളത്. വിശപ്പ് മാറാൻ തക്ക ചോറുണ്ട്. ആകെ ഒരു കുറവേ പറയാനുള്ളൂ. എന്താ പറയാനുള്ളത്? കറിയൊന്നുമില്ല, ഉപ്പേരിയില്ല, കറിയില്ല, മീനില്ല, പപ്പടം വട്ടത്തിലാണ്. അപ്പൊ വീടിന്റെ പിന്നാമ്പുറത്തേക്ക് പാളി നോക്കിയപ്പോഴാണ് ഈ കാര്യം മനസ്സിലായത്. അമ്മ തന്റെ അടുത്ത് വന്നപ്പോ അമ്മ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ ഈ വല്ലായ്മയില്ലാതെ നടിച്ചത് തെറ്റായി പോയി എന്നൊരു തിരിച്ചറിവ് കുട്ടിക്ക് ഉണ്ടാവുന്നുണ്ട്. അവിടെയാണ് നമ്മൾ ക്ലാസ് അവസാനിപ്പിച്ചത്. അതിന്റെ ബാക്കി ഭാഗമാണ് ഈ ക്ലാസ്സിൽ എടുക്കുന്നത്. ഉണ്ണാവ്രതവുമായി അന്യരെ ഊട്ടുന്നൊരെന്നും മതൻ യജ്ഞം കണ്ടു നിൽക്കേ നീറുമെന്നുള്ളം കുറുകി പഴയരിച്ചോറെനിക്കുണ്ടല്ലോ വേണ്ടുവോളം പഞ്ഞക്കെടുതിയിൽ നീറുവോർ വറ്റില്ല കഞ്ഞിക്കിരന്നു വലഞ്ഞിടുമ്പോൾ. താൻ സ്കൂളിൽ നിന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വന്നതാ. അമ്മ വിളമ്പിയിട്ടില്ല. സ്വന്തം ഭക്ഷണം അമ്മ കഴിച്ചിട്ടില്ല. അപ്പൊ അമ്മ ഉണ്ണാതെയാണ് അന്യരെ ഊട്ടാൻ വേണ്ടി നിൽക്കുന്നത്. നിങ്ങൾ പല ദേവാലയങ്ങളിലും ചെല്ലുമ്പോൾ ആ ദേവാലയങ്ങളിലൊക്കെ അന്നദാനം ചിലപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. മുസ്ലിം പള്ളിയിൽ പലയിടത്തും എഴുതി വെച്ചേക്കണം, ഞാൻ വായിച്ചിട്ടുണ്ട്, ദാനം വിപത്തുക്കളെ തടയുമെന്ന്. ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് ദാനങ്ങളിൽ ഏറ്റവും വലിയ ദാനം അന്നദാനമാണ്. കാരണം എന്താണ്? അന്നം പ്രാണനാണ്. അതായത് പ്രാണനെ നിലനിർത്തുന്നത് അന്നമായതുകൊണ്ട് അന്നം പ്രാണനാണ്. അന്നത്തെ നാം ആദരിക്കണം. താൻ കഴിച്ചതിന്റെ ബാക്കിയല്ല ഈ ഉമ്മ കൊടുക്കുന്നത്, താൻ കഴിക്കാതെയാണ് കൊടുക്കുന്നത്. അപ്പൊ ഉണ്ണാവ്രതമായിട്ട് നിൽക്കുന്ന അമ്മയുടെ ഈ ഒരു പ്രവൃത്തി വലിയൊരു യജ്ഞം തന്നെയാണ്, ഒരു യാഗം തന്നെയാണ്, ഒരു പുണ്യകരമായ യജ്ഞം എന്ന പദത്തിന് യാഗം എന്ന അർത്ഥമുണ്ട്. ഇവിടുത്തെ അർത്ഥം നമ്മൾ പുണ്യകരമായ, ഏറ്റവും പുണ്യകരമായ പ്രവൃത്തി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി വിശപ്പ് മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ ഒന്നുമാണ്. വിശക്കുന്നവന്റെ മുമ്പിൽ ദൈവം അപ്പമായിട്ട്, അന്നമായിട്ട് അവതരിക്കും എന്നും നമുക്കറിയാം. അപ്പൊ ഈ വിശക്കുന്ന നാട്ടുകാരുടെ മുമ്പിൽ അമ്മ ദൈവമായിട്ട് അവതരിച്ചിരിക്കുക. അമ്മ ചെയ്യുന്ന പുണ്യപ്രവൃത്തിയാ. ആ അമ്മയുടെ ഈ പുണ്യപ്രവൃത്തി ഞാനിങ്ങനെ കണ്ടു നിൽക്കുക. ഉണ്ണാവ്രതമായിട്ട്, വ്രതത്തിന് നോമ്പെന്നൊരു അർത്ഥമുണ്ട്. വളരെ നിഷ്ഠയോടെ ചെയ്യുന്ന പ്രവർത്തനമാണ്, വളരെ ശ്രദ്ധയോടെ, വളരെ ഭക്തിയോടെ. അത് ഞാനിങ്ങനെ കണ്ടു നിൽക്കേ. അമ്മ എന്താ ചെയ്യണേ? ഊട്ടുകയാണ്, ഭക്ഷണം കഴിപ്പിക്കുക, അവിടെ നിന്ന് ചെയ്യുക. അങ്ങനെ അതിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കേ. എൻ്റെ ഉള്ളം എന്ന് വെച്ചാൽ മനസ്സ്, ആ മനസ്സ് കുറുകി വളരെ സങ്കടം കൊണ്ട് ഇങ്ങനെ ഘനീഭവിച്ച് നിൽക്കുക, പ്രയാസപ്പെട്ട് നിൽക്കുക. ഞാൻ ആദ്യം പറഞ്ഞു, മനസ്സ് ഉമിത്തി പോലെ നീറുക. വലിയ പശ്ചാത്താപമാണ്. ഉമിത്തിയാണ് ഏറ്റവും ഉചിതമായ വാക്ക്. കാരണം ഉമിക്ക്, നെല്ല് കുത്തുന്ന ഉമിക്ക് നമ്മൾ തീയിട്ട് കഴിഞ്ഞ് തീ ഇങ്ങനെ പതുക്കെ തന്നെ നീറി നിങ്ങൾ ഒരു കൂനയിലേക്ക് ഒരു തീപ്പെട്ടിക്കൊള്ളി വെച്ച് കഴിഞ്ഞാൽ ഒരു രാത്രി മുഴുവൻ നിന്ന് കഴിഞ്ഞാലും അത് കത്തിത്തീരില്ല. ഒരുപക്ഷെ നിങ്ങളുടെ ഈ ഒരു തലമുറയ്ക്ക് നെല്ല് കൃത്യമായിട്ട് കൃഷി ചെയ്യാത്തൊരു കാലഘട്ടത്തിൽ അരി നമ്മൾ ഏതെങ്കിലും മൾട്ടിനാഷണൽ കമ്പനികളുടെ അരി കിറ്റിൽ വാങ്ങിക്കൊണ്ടുവരുമ്പോൾ
റേഷൻ കടയിൽ നമുക്ക് കിറ്റ് കിട്ടുന്ന ഒരു കാലഘട്ടത്തിൽ ഈ നെല്ലും ഉമിയരിയും കൊയ്ത്തുപാട്ടും ഒക്കെ നിങ്ങൾക്ക് അന്യമായി പോകുന്ന ഒരു കാര്യം എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നിൽക്കുന്ന കുട്ടികൾക്ക് ഈ കാര്യങ്ങൾ അത്ര പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയുമോ എന്നൊരു ആശങ്കയും ഈ പാഠം പഠിപ്പിക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ അല്പം വിശദമായിട്ട് പോകുന്നത്. അങ്ങനെ എൻ്റെ ഉള്ളം കുറുകി. പഴയരിച്ചോറ് എനിക്കുണ്ടല്ലോ വേണ്ടുവോളം. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മുടെ അവസ്ഥ, പല ആളുകളും ജീവിതത്തിൽ പല കാര്യങ്ങളിലും പരാതി പറയാറുണ്ട്. എനിക്ക് അതില്ല, ഇതില്ല, കാറില്ല, വണ്ടിയില്ല, ബൈക്കില്ല, ഫോണില്ല, AC ഇല്ല എന്നൊക്കെ പറഞ്ഞ് പരാതിയുണ്ട്. അപ്പൊ നാം നമ്മുടെ അവസ്ഥ നമ്മേക്കാൾ താഴ്ന്ന ആളുകളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നാം എത്ര സമ്പന്നരാണെന്ന് മനസ്സിലാവും. അപ്പോഴാണ് നമുക്ക് ആത്മസംതൃപ്തി ഉണ്ടാവുക. പണ്ടൊരിക്കൽ ഒരു ക്ലാസ്സിൽ ഒരു അധ്യാപകൻ ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ ഇപ്പൊ സന്തുഷ്ടനാണോ? അല്ല. എന്താണ് കാര്യം? സാർ, എനിക്ക് ഇന്ന ജോലി വേണം, എനിക്ക് ഇന്ന അവസ്ഥ വേണം, വീട് വേണം, കാറ് വേണം, ഇങ്ങനെ ഓരോരുത്തരും ഓരോ ആവശ്യം. അപ്പൊ അടുത്ത ചോദ്യം, അത് കിട്ടിയാൽ നിങ്ങൾ സംതൃപ്തനാവുമോ? ഇല്ല. പിന്നെന്ത് വേണം? പിന്നെ എനിക്ക് അടുത്ത കാര്യം വേണം. അപ്പോൾ ഒരിക്കപ്പോൾ നിങ്ങളുടെ ജീവിതം വർത്തമാനകാലത്ത് സംതൃപ്തമല്ല. നിങ്ങൾ ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന സംതൃപ്തിക്ക് വേണ്ടി ഇന്ന് ഇങ്ങനെ സങ്കടപ്പെട്ട്, ശപിച്ച്, ദുഃഖിച്ച്, പ്രയാസപ്പെട്ട് കഴിയുന്നു. അപ്പൊ അദ്ദേഹം ഞങ്ങൾക്ക് പറഞ്ഞു തന്ന ഒരു പാഠമുണ്ട്. വർത്തമാനകാലത്ത്, നാം ജീവിക്കുന്ന വർത്തമാനകാലത്ത് നമ്മൾ സംതൃപ്തരല്ലെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ സംതൃപ്തരാവുകയില്ല. അപ്പോൾ വൈലോപ്പിള്ളിയുടെ വേറൊരു കവിതയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അത് ഒരു കവിതയെ പറയുന്നത്, ജീവിക്കണം നിമിഷമൊന്നിൽ അനേക ജന്മം. ജീവിക്കണം നിമിഷമൊന്നിൽ അനേക ജന്മം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ വർത്തമാനകാലത്തെ ഈ കാര്യം എന്ത്, എനിക്ക് പഴയരിച്ചോറ് ഇഷ്ടം പോലെ ഉണ്ട്, ഇവരെക്കാൾ എത്ര സമ്പന്നനാണ് ഞാൻ. ആദ്യം ഞാൻ ഈ കറിയില്ലാത്തത് കൊണ്ട് പ്രയാസപ്പെട്ട് ആ പ്രയാസത്തിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊരു തിരിച്ചറിവ്. അല്ല, തന്നേക്കാൾ കൂടുതൽ സൗഭാഗ്യങ്ങളുള്ള ആളെക്കുറിച്ച് ചിന്തിച്ച് പ്രയാസപ്പെടാറുണ്ട്. അതല്ല ചെയ്യേണ്ടതെന്ന് ഈ കുട്ടി നമുക്ക് കാണിക്കുകയാണ്. ഈ കഞ്ഞി കുടിക്കുന്നവരെക്കാൾ ഞാൻ എത്ര സമ്പന്നനാണ്, പഴയരിച്ചോറ് എനിക്കുണ്ടല്ലോ വേണ്ടുവോളം. പഞ്ഞക്കെടുതിയിൽ നീറുവോർ വറ്റില്ല കഞ്ഞിക്കിരന്നു വലഞ്ഞിടുമ്പോൾ. പഞ്ഞത്തിന്റെ കെടുതിയിൽ, പഞ്ഞം ദരിദ്രമാണ്, അങ്ങനെ ഉള്ളം നീറുവറും മനം നീറുന്നവര് വറ്റില്ലാത്ത കഞ്ഞിയാണ് ഉമ്മ കൊടുക്കുന്നത്. വറ്റ് തീരെ ഇല്ല എന്നല്ല, വറ്റ് വളരെ കുറച്ചേ ഉള്ളൂ. ഇവിടെ കാണുന്ന ചെറിയ കഞ്ഞിക്ക് ഇരന്ന് വലയുന്നവരുടെ ആ കഞ്ഞിയിൽ ഒന്നോ രണ്ടോ വറ്റേ ഉള്ളൂ. തൻ്റെ കയ്യിൽ എന്താ ഉള്ളത്? ഇഷ്ടം പോലെ വയറ് നിറച്ച് കഴിക്കാനുള്ള പഴയരിച്ചോറ് എനിക്കുണ്ട്, അപ്പൊ ഞാൻ സമ്പന്നനാണെന്നുള്ള ഒരു തിരിച്ചറിവാണ് ഇവിടെ ഈ കുട്ടിക്ക് ഉണ്ടാവുന്നു. വേണ്ടുവോളം, മതിയാവോളം തനിക്ക് ഉണ്ട്. ഇരക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ യാചിക്കുക. ഇവിടെ ഈ അമ്മയുടെ മുമ്പിൽ കൈനീട്ടുക. എന്തിന്? അന്നത്തിന് വേണ്ടി. അപ്പോൾ മറ്റൊരാളുടെ മുമ്പിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് കൈനീട്ടേണ്ടി വരിക, അത് ജീവിതത്തിൽ വലിയ പ്രയാസം ഉളവാക്കുന്ന ഒരു കാര്യമാണ്. തനിക്ക് അങ്ങനെ അല്ല, എല്ലാം തൻ്റെ മേശപ്പുറത്തുണ്ട്. താൻ എത്ര സമ്പന്നനാണ്. മനുഷ്യരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് വളരെ ചെറിയ സംഭവങ്ങൾ ആയിരിക്കാം, വലിയ കാര്യങ്ങളൊന്നും വേണമെന്നില്ല. അതേവരെ താൻ എന്താണോ ചിന്തിച്ചത്, മനസ്സിൽ ഇല്ലാത്ത പ്രയാസം ഉണ്ടെന്ന് കാപട്യം കാണിച്ചത്, അതെല്ലാം തെറ്റായി എന്നുള്ള ഒരു തിരിച്ചറിവ് പെട്ടെന്നാണ് ഈ കുട്ടിക്ക് ഉണ്ടാകുന്നത്. അതിൻ്റെ മാറ്റം വളരെ പെട്ടെന്നായിരുന്നു. എന്താണ്? പിന്നെ ഞാൻ വൈകിയില്ല, എന്നുടെ ചോറുമായി ഉമ്മതൻ പിന്നിൽ പതുങ്ങിയെത്തി. ഉള്ളലിഞ്ഞോതിന, ഉള്ളലിഞ്ഞോതി, അലിവ് തോന്നിയാണ് പറയുന്നത്. എൻ ചോറുമാ കഞ്ഞിവെള്ളത്തിലിട്ടു വിളമ്പിക്കൊള്ളൂ. ഞാൻ ഒട്ടും വൈകിയില്ല. എൻ്റെ ചോറുമായിട്ട് ഈ വ്രതം നോക്കുന്ന അമ്മയുടെ പിന്നിലേക്ക് ഞാൻ എത്തിയിട്ട് മനസ്സലിഞ്ഞുകൊണ്ട് എന്താ പറഞ്ഞേ? എൻ്റെ ചോറും ആ കഞ്ഞിവെള്ളത്തിൽ ഇട്ടുകൊള്ളു. അപ്പോൾ അപരൻ്റെ ദുഃഖത്തെ സ്വന്തം ദുഃഖമായിട്ട് ഉൾക്കൊള്ളാനുള്ള ഒരു ഹൃദയവിശാലത ഈ കുട്ടിക്കുണ്ട്.
ഞാൻ നിങ്ങളോട് ചോദിക്കുക, നിങ്ങൾ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഹോട്ടലിൽ നിങ്ങൾ ഒരു നേരം ഭക്ഷണം കഴിക്കുമ്പോൾ എത്ര അന്നം നിങ്ങൾ വേസ്റ്റ് ആക്കുന്നുണ്ടെന്ന് ചിന്തിക്കുക. തിരുവള്ളുവരെ പറ്റി ഒരു കഥ പറയുന്നുണ്ട്. തിരുവള്ളുവരും പത്നിയും വളരെ സാത്വികരായ മനുഷ്യരായിരുന്നു. എന്നും അദ്ദേഹം ചോറ് ഉണ്ണുമ്പോൾ ഒരു സൂചി എടുത്തിങ്ങനെ ആ പാത്രത്തിന്റെ അടുത്ത് കൊണ്ട് വെക്കും. ഒരിക്കൽ പോലും ഈ സൂചി എടുത്ത് ഉപയോഗിക്കുന്ന ഭാര്യ കണ്ടിട്ടില്ല. ദിവസം ചോദിച്ചു, എന്തിനാണ് അങ്ങ് ഈ ചോറുണ്ണുമ്പോൾ, ആഹാരം കഴിക്കുമ്പോൾ ഈ സൂചി എന്തിനാ കൊണ്ടുപോയി അടുത്ത് വെക്കുന്നത്? ഒരിക്കൽ പോലും അങ്ങ് അത് ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ തിരുവള്ളൂർ ഭാര്യയോട് പറഞ്ഞു, ഈ അന്നം ഞാൻ കഴിക്കുമ്പോൾ ഒരു വറ്റ് നിലത്ത് വീണ് കഴിഞ്ഞാൽ ആ വറ്റിങ്ങനെ സൂചി കൊണ്ട് കുത്തി എടുത്ത് കഴിക്കാനാണ് ഞാൻ ഈ സൂചി കൊണ്ടു കിടക്കുന്നത്. ഞാൻ കഴിക്കുമ്പോൾ ഒരിക്കൽ പോലും ഒരു വറ്റ് പോകാത്തത് കൊണ്ടാണ് എനിക്ക് ഈ സൂചി പ്രയോഗിക്കേണ്ട അവസരം ഉണ്ടാകാത്തത് എന്ന് പറഞ്ഞു. ഇതേ കഥ തന്നെ തിരുവള്ളുവരല്ല മറ്റു പല മഹാന്മാരുടെയും പേരിൽ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ആരുടെ പേരിൽ കേട്ടുകഴിഞ്ഞാലും ഈ കഥയിലെ യാഥാർത്ഥ്യമാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. അപ്പൊ നിങ്ങൾ ഇന്നു മുതലെങ്കിലും അന്നം കഴിക്കുമ്പോൾ നമുക്ക് വേണ്ടത് എടുക്കുക. ഭക്ഷണത്തിന് വേണ്ടി മറ്റുള്ളവരെക്കാൾ കൂടുതൽ കഴിക്കണം, അവന്റെ ഒപ്പം എന്നുള്ളതല്ല, മത്സര ബുദ്ധിയല്ല വേണ്ടത്. നമുക്ക് വിശപ്പ് മാറാനുള്ള ആഹാരം കഴിക്കുക. ഇപ്പോ അത്താഴത്തെ പറ്റി പറയാണ്ട, അത്താഴം അത്തിപ്പഴത്തോളം എന്നാ പറയാ, അത്രയ്ക്ക് കഴിക്കാവുള്ളൂ. ഈ കഞ്ഞിയുടെ ഈ ചോറിന്റെ മൂല്യം മനസ്സിലാകുന്ന കുട്ടിയാണ്. ഇപ്പൊ എൻ വി കൃഷ്ണവാര്യർ വേറൊരു കവിതയിൽ പറയുന്നുണ്ട്, എങ്ങു മനുഷ്യനു ചങ്ങല കൈകളിൽ അങ്ങൻ കയ്യുകൾ നൊന്തിയിടുകയാണ്, എങ്ങോ മാനുഷൻ അവിടെ പ്രഹരം വീഴുവത് എൻ്റെ പുറത്താകുന്നു. എവിടെയെല്ലാം മനുഷ്യൻ ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ടോ, പീഡനം അനുഭവിക്കുന്നു, അതൊക്കെ ഞാൻ തന്നെയാണ്. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ കണ്ട് അപരന്റെ ദുഃഖത്തെ സ്വന്തം ദുഃഖമായിട്ട് ഏറ്റുവാങ്ങണം. ഈ കുട്ടിക്ക് ആ ഒരു വിചാരമുണ്ടായി. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞ ഉള്ളലിഞ്ഞോതിനാൻ. അപ്പൊ മറ്റൊരാളുടെ ദുഃഖം സ്വന്തം ദുഃഖമായിട്ട് ഏറ്റുവാങ്ങാനുള്ള തിരിച്ചറിവിലേക്ക്, ആ വേദത്തിലേക്ക് ഈ കുട്ടി മാറിയതാണ് ഇവിടെ നാം കണ്ടത്. നിങ്ങളും അത്തരം കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മൾ ഈ ഒരു പ്രായത്തിലാണ് നല്ല സ്വഭാവങ്ങൾ, നല്ല ശീലങ്ങൾ ഉണ്ടാക്കി എടുക്കേണ്ടത്. തൻ്റെ അവസ്ഥയും മറ്റുള്ളവരുടെ അവസ്ഥയും കൂടി താരതമ്യം ചെയ്തിട്ട് വളരെ വിവേകപൂർണം ഈ കുട്ടി ചെയ്ത പ്രവൃത്തി കണ്ടപ്പോൾ ഉമ്മയ്ക്ക് അതിയായ സങ്കടം, സന്തോഷം ഒക്കെ വരികയാണ്. അപ്പൊ ഉമ്മയുടെ മനസ്സിലെ സന്തോഷമാണ് സങ്കടമായിട്ട് പരിണമിക്കുന്നത്. താൻ ചെയ്ത പ്രവൃത്തി തൻ്റെ മകനും അത് ചെയ്യുന്നുണ്ടല്ലോ, തൻ്റെ ഒപ്പം തന്നെയാണ് തൻ്റെ മകൻ, തൻ്റെ വികാരങ്ങളും വിചാരങ്ങളും തന്നെയാണ് മകൻ്റേത്. നിങ്ങളുടെ മാതാപിതാക്കൾ ചെയ്യുന്ന പല നല്ല കാര്യങ്ങളും, ആ നല്ല കാര്യങ്ങൾ നിങ്ങൾ കൂടി പങ്കാളികളാവുകയാണെങ്കിൽ തീർച്ചയായും അവർക്ക് അതിയായ സന്തോഷമുണ്ടാവും. അത് നിങ്ങൾ ഇതേവരെ ചെയ്തിട്ടില്ലെങ്കിൽ നാളെ മുതൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. ഏകാധ്വാനമുള്ള ആയാലും വീട്ടിൽ ആഹാരം പാചകം ചെയ്യുന്ന കാര്യത്തിലായാലും നിങ്ങളൊന്ന് പങ്കാളികളായി നോക്കൂ. അപ്പോൾ അവരുടെ ആ ഒരു സന്തോഷം നിങ്ങളൊന്ന് ആ സന്തോഷം എന്താണെന്ന് നിങ്ങൾ വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഇപ്പൊ താൻ ചെയ്ത പ്രവൃത്തി തൻ്റെ മകനും തൻ്റെ ഒപ്പമാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ കുട്ടിയും ഇതുപോലെ തന്നെ ചെയ്തല്ലോ. അപ്പോൾ അമ്മയുടെ ആഹ്ലാദം തന്നെയാണ് അവിടുത്തെ കണ്ണീരായിട്ട് മാറുന്നത്. പൊട്ടിക്കരഞ്ഞുമ്മ മാറോടു ചേർത്തെന്നെ കെട്ടിപ്പിടിച്ചു വിതുമ്പി മെല്ലെ. എന്നിട്ട് പതുക്കെ പറയാ, എന്താണ്? ഏതെന്നറിഞ്ഞാൽ മറ്റെല്ലാം അറിയാം, ആ വേദം വിശപ്പെന്നറിഞ്ഞുകൊണ്ടാൽ. വയ്ക്കുന്ന പള്ളയ്ക്ക് ഇരതേടി വാടുന്ന പാവത്തിൽ കാണാം പടച്ചവനെ. എന്നോട് വിതുമ്പിക്കൊണ്ട് ഉമ്മ എന്താ പറഞ്ഞ, ഏതൊരു കാര്യമാണോ അറിഞ്ഞാൽ, ഏതൊരു കാര്യം അറിയുമ്പോഴാണ് ബാക്കി എല്ലാം അറിയുന്നത്. വിശപ്പിന്റെ വില നിങ്ങൾ അറിഞ്ഞാൽ
ആ എല്ലാ തരത്തിലുമുള്ള ഞാൻ ആദ്യം വേറൊരു ക്ലാസ്സിൽ പറഞ്ഞു, മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളിൽ ഏറ്റവും പ്രാഥമികമായത് ആഹാരമാണ്. ആഹാരം, വസ്ത്രം, പാർപ്പിടം എന്നാണ് നമ്മൾ പറയാം. വസ്ത്രത്തേക്കാൾ കൂടുതൽ, പാർപ്പിടത്തേക്കാൾ കൂടുതൽ നമുക്ക് ആവശ്യം ആഹാരം തന്നെയാണ്. നമ്മൾ കാലാപാനി എന്ന സിനിമ നമ്മൾ കണ്ടു. കാലാപാനി എന്ന സിനിമയിൽ ജയിൽ ചാടിയ കുറ്റവാളികള്, രക്ഷപ്പെടാൻ വേണ്ടി ജയിൽ ചാടിയ കുറ്റവാളികള്, അതിൽ ഒരാൾ വിശന്നിട്ട് മനുഷ്യമാംസം തിന്നുന്നത് നമ്മൾ കണ്ടു. അപ്പൊ വിശപ്പ് മനുഷ്യരെ കൊണ്ട് എന്തും ചെയ്യിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ ആ ഒരു വിശപ്പ്, ആഹാരത്തിന്റെ, അന്നത്തിന്റെ വില അറിഞ്ഞാൽ വേറൊന്നും വേണ്ട, കൂടുതലൊന്നും അറിയാൻ. എല്ലാ അറിവിന്റെയും കേന്ദ്രമാണ് ഈ ഒരു സ്വയം തിരിച്ചറിവ്. ആ തിരിച്ചറിവ്, ആ വേദം, ഞാൻ പറഞ്ഞു വേദം എന്ന വാക്കിന് അറിവെന്നാണെന്ന് അർത്ഥം ഞാൻ ഈ ക്ലാസ് തുടങ്ങിയപ്പോൾ പറഞ്ഞു. അത് സ്വയം തിരിച്ചറിഞ്ഞാൽ നമ്മുടെ മുമ്പില് പൈക്കുക, വിശക്കുന്ന വയറിന് വേണ്ടിയിട്ട് ഇര, മനുഷ്യന്റെ ആഹാരത്തിന് നമ്മൾ ഇര എന്ന് പറയാറില്ല, മൃഗങ്ങളുടെ തന്നെ നമ്മൾ പറയാറുള്ളൂ. ഇവിടെ ഇര എന്ന വാക്കിന് ഭക്ഷണം, ആഹാരം എന്ന് അർത്ഥം. അങ്ങനെ ഇര തേടി വാടുന്ന പാവത്തിൽ, ആഹാരം തേടിയിട്ട് എങ്ങും കിട്ടാതെ വാടി തളർന്ന മനുഷ്യരിൽ കാണാം പടച്ചവനെ, അവരാണ് ദൈവം. ഞാൻ ആദ്യം പറഞ്ഞു, വിശക്കുന്നതിന്റെ മുമ്പിൽ ദൈവം അന്നമായിട്ട്, അപ്പമായിട്ട് അവതരിക്കുമെന്ന് പറഞ്ഞു. അതിന്റെ വേറൊരു രീതിയിലുള്ള കാഴ്ചപ്പാടാണ് ഇവിടെ പറയുന്നത്. തൻ്റെ മുമ്പില് അന്നം തേടി വരുന്ന ആള് ദൈവം തന്നെയാണ്. നമ്മൾ വേറൊരു വർത്തമാനം പറയാറുണ്ടല്ലോ, അതിഥി ദേവോ ഭവ എന്ന്. അതിഥിയെ ദൈവതുല്യമായിട്ട് കണക്കാക്കുക. പടച്ചവൻ ദൈവമാണ്. വീട്ടിൽ വരുന്ന അതിഥി, ആ അതിഥിയെ നമ്മൾ സൽപെരുമാറ്റം കണ്ട്, നല്ല ദാനങ്ങൾ കൊണ്ട് സന്തോഷിപ്പിക്കുക. ആ സന്തോഷിക്കുന്ന അതിഥിയുടെ മനം കുളിർന്നാൽ അവരുടെ ആഗ്രഹം നമുക്കുണ്ടാവും. അത് നമ്മുടെ ജീവിതത്തിലെ ശ്രേയസ്സിന്, ഉയർച്ചയ്ക്ക് കാരണമാകും. നിങ്ങളുടെ മുമ്പിൽ വന്ന് യാചിക്കുന്ന ആള് ദൈവമാണ്. ആ ദൈവമാണെന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവുക. ആ ദൈവത്തിന് ചെയ്യുന്ന പ്രവർത്തനം, ഏത് പൂജയും, ഏത് അത് ഒരു യാഗം തന്നെയാണ്, ഒരു പുണ്യപ്രവൃത്തിയാണ് എന്ന ഒരു തിരിച്ചറിവ് ചെറുപ്പത്തിൽ ഈ കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ഈ അമ്മയ്ക്ക് സാധിച്ചു. ഇതാണ് വേദം എന്ന കവിതയിലെ നമുക്ക് ഏവർക്കും ഉണ്ടായിരിക്കേണ്ട തിരിച്ചറിവ്. ഈ പാഠത്തിന്റെ അവസാന ഭാഗത്ത് ഒരു കോളത്തിനകത്ത് ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഒരു കണ്ണീർ കണം ഞാൻ മറ്റുള്ളവർക്കായി പൊഴിക്കവേ ഉദിക്കയാണ് ആത്മാവിൽ 1000 സൗരമണ്ഡലം. അത് ജ്ഞാനപീഠ ജേതാവായ, സമീപകാലത്ത് നിര്യാതനായ അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ വാചകാണ്. എന്താണ്? ഒരു കണ്ണീർ കണം ഞാൻ മറ്റുള്ളവർക്കായി പൊഴിക്കവേ ഉദിക്കയാണ് ആത്മാവിൽ 1000 സൗരമണ്ഡലം. ഒരു പുഞ്ചിരി ഞാൻ മറ്റുള്ളവർക്കായി ചെലവാക്കവേ ഹൃദയത്തിലുലാവുന്നു നിത്യ നിർമ്മല പൗർണമി. അതാണ് ഈ ഉമ്മ അനുഭവിക്കുന്ന ആഹ്ലാദം, ഈ കുട്ടിയുടെ മനസ്സിലെ അൻപ്. അതാണ്. അപ്പൊ അവിടുത്തെ ഒരു ചോദ്യം, ഈ രണ്ട് കവിതയിലും ആവിഷ്കരിക്കുന്നത് മാനുഷിക മൂല്യങ്ങളുടെ മഹത്വമാണ്. ഇത്തരം മൂല്യങ്ങൾക്ക് ഇക്കാലത്ത് ഇടിവ് സംഭവിച്ചിട്ടുണ്ടോ? തൈത്തിരിയോപനിഷത്ത് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അതിൽ പറയുന്നുണ്ട്, ശ്രദ്ധയോടുകൂടി കൊടുക്കുക, ശ്രദ്ധയാദേയം, അശ്രദ്ധയാദേയം. അശ്രദ്ധയോടുകൂടി കൊടുക്കാതിരിക്കുക, ഭയത്തോടെ കൊടുക്കുക. എന്താണ്? ഞാൻ ഈ കൊടുക്കുന്ന വസ്തു മറ്റാരെങ്കിലും കാണുന്നുണ്ടോ? അല്ലാണ്ട് നമ്മളൊരു വസ്തു, ഒരു മുട്ടുസൂചി കൊടുത്തിട്ട് ഒരു ഫോട്ടോ എടുത്ത്, ഞാൻ ഇന്ന മുട്ടുസൂചി ഇന്ന സ്കൂളിലെ കുട്ടികൾക്ക് കൊടുത്തു എന്ന് പറയുന്ന ഫോട്ടോ കൊടുക്കുന്നതല്ല. ഒരു പേന കൊടുത്തിട്ട്, ഒരു പെൻസിൽ കൊടുത്തിട്ട്, ഒരു ബുക്ക് കൊടുത്തിട്ട് നമ്മൾ അതായത് പരസ്യത്തിന് വേണ്ടിയിട്ട്, പ്രശസ്തിക്ക് വേണ്ടി അല്ല. അങ്ങനെയൊന്നും അല്ല ഈ സാമൂഹ്യ സേവനം ഇവർ ചെയ്യുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ തലമുറയിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ നൂറ്റാണ്ടിലെ മാനവിക മൂല്യങ്ങൾ ഇക്കാലത്ത് ഇടിവ് സംഭവിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് പത്രം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. നിങ്ങളുടെ അയൽവക്കത്തേക്ക് നോക്കിയാൽ മനസ്സിലാവും. നിങ്ങളുടെ സുഹൃത്തുക്കളെന്ന് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ നിങ്ങളുടെ നിരീക്ഷണം എഴുതാൻ വേണ്ടി ഒരു ചോദ്യം ഇതിനകത്തുണ്ട്. പിന്നെ ഇതിനകത്ത് ഏറ്റവും ആദ്യത്തെ ചോദ്യം,
നാട്ടിൽ ഭൂരിജനങ്ങൾക്കും അന്നം ഒരു സ്വപ്നമായിരുന്നു. ഏത് കാലത്തെക്കുറിച്ചാണ്? ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണകാലത്തെക്കുറിച്ചാണ്. അത് വളരെ വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കൂട്ടത്തിൽ ബംഗാളിലുണ്ടായ പട്ടിണിയെ പറ്റി പറഞ്ഞു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിലിനെ പോലുള്ളവർ ഇന്ത്യയെ രൂക്ഷമായിട്ട് പരിഹസിക്കുകയാണ് ഉണ്ടായത്. ഒരു സഹായം പോലിട്ടില്ല. അങ്ങനെയുള്ള കിരാതമായ ഒരു ഭരണം നടത്തിയിരുന്ന ബ്രിട്ടീഷ് കാലഘട്ടം, രണ്ടാം ലോക മഹായുദ്ധം, ഇത് രണ്ടും സൃഷ്ടിച്ച ദുരിത കാലഘട്ടം ഈ കവിതയുടെ പിന്നാമ്പുറത്തുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ രണ്ടാമത്തെ ചോദ്യം, ഉമ്മയുടെ ഏത് മനോഭാവമാണ്? അത് നമ്മളിപ്പോൾ ഇവിടെ വളരെ വിശദമായി ചർച്ച ചെയ്തു. ഈ അവസാന ഭാഗത്ത് ഉമ്മയുടെ മനോഭാവമാണ്. അവിടെ നമുക്ക് അതിഥി ദേവോഭവ എന്നുള്ള മന്ത്രം നമുക്ക് ഓർത്തു വയ്ക്കാം. ഇനി വിശക്കുന്നവന്റെ മുമ്പിൽ ദൈവം അപ്പമായിട്ട് അവതരിക്കും എന്ന ഒരു കാര്യം നമുക്ക് ഓർത്തു വയ്ക്കാം. അതിൻ്റെ വ്യത്യസ്തമായ വേറൊന്ന് എന്ത്? തൻ്റെ മുമ്പിൽ വരുന്ന പ്രയാസപ്പെടുന്ന ഓരോ ആളും ദൈവമാണ്. അപ്പോൾ അവരോട് നാം കാണിക്കുന്ന സഹാനുഭൂതി അത് ദൈവത്തിനോട് കാണിക്കുന്ന പൂജ പോലെയാണ്. നമ്മൾ പറയാറുണ്ട് മാനവസേവ മാധവസേവ എന്ന്. മാനവസേവ മാധവസേവ, ആ മനോഭാവമാണ് ഇവിടെ പ്രകടമാകുന്നത്. മൂന്നാമത്തെ ചോദ്യം, ഉള്ളലിഞ്ഞൊതിനാൻ എന്ന എൻ്റെ ചോറും ഈ കഞ്ഞിവെള്ളത്തിലേക്ക് ഇട്ടു എന്ന നിലപാടിലേക്ക് എത്താൻ കുട്ടിയെ പ്രേരിപ്പിച്ച സാഹചര്യം എന്താണെന്നാണ്. അത് നമ്മൾ പറഞ്ഞു, മറ്റൊരാളുടെ ദുഃഖത്തെ സ്വന്തം ദുഃഖമായി നെഞ്ചിൽ ഏറ്റുവാങ്ങിയ ഒരു മനുഷ്യൻ, ഒരു കവി, ഒരു കുട്ടി. അത് ആ മൂല്യങ്ങൾ നാം ഇക്കാലത്ത് നമ്മിലും ഉൽപ്പാദിപ്പിച്ചെടുക്കണം എന്ന ഒരു ആശയം കൂടി ഈ കവിത മുന്നോട്ട് വയ്ക്കുന്നു എന്ന് നിങ്ങൾ എഴുതണം. ഇതോടെ ഞാൻ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഈ ക്ലാസ്സിൻ്റെ ആദ്യത്തെ വീഡിയോയിൽ യൂസഫ് അലി എന്ന കവിയെക്കുറിച്ച് സൂചിപ്പിക്കേണ്ടായി. ഇനി നിങ്ങൾ ഒരു 2-3 മിനിറ്റ് കൂടെ അദ്ദേഹത്തിൻ്റെ ചില സിനിമകളിലെ ഗാനങ്ങൾ കോർത്ത് ഇണക്കി ഒരു 3 മിനിറ്റുള്ള പാട്ട് നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. ഈ ഗാനം എനിക്ക് വേണ്ടി തയ്യാറാക്കി തന്നത് എൻ്റെ സുഹൃത്തും കമ്പ്യൂട്ടർ അധ്യാപകനുമായ ശ്രീ രാജാകൃഷ്ണനാണ്. അദ്ദേഹം പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ സ്വദേശിയാണ്. നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും. അതിന് അദ്ദേഹത്തോടുള്ള നന്ദി ഞാൻ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഈ വീഡിയോയിൽ ഞാൻ രണ്ടാം ലോക മഹായുദ്ധത്തെക്കുറിച്ച്, ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണകാലത്തെക്കുറിച്ച് ഇതൊക്കെ ഞാൻ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അത് നമ്മുടെ വിക്കിപീഡിയയിൽ നിന്നാണ്. എല്ലാത്തിനോടും എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിന്റെ കണ്ണിൽ വിരുന്നു വന്നോ നീലസാഗര വീഴ്ചകൾ, നിന്റെ കണ്ണിൽ വിരുന്നു വന്നോ നീലസാഗര വീഴ്ചകൾ, പുഞ്ചിരിക്കൊരു പൂച്ചെണ്ട് തന്നു പുഷ്യരാഗമരീചികൾ. നിന്റെ കണ്ണിൽ വിരുന്നു വന്നോ നീലസാഗര വീഴ്ചകൾ, നിന്റെ കണ്ണിൽ വിരുന്നു വന്നോ നീലസാഗര വീഴ്ചകൾ. ഹംസധ്വനി രസവാഹിനി ഹർഷസുധാദായിനി, പാടുക നീയാ പ്രിയരാഗം, പാടുക നീയാ പ്രിയരാഗം, പാട്ടിനു കൂട്ടാണനുരാഗം, പാട്ടിനു കൂട്ടാണനുരാഗം. പിന്നിലുള്ള ചന്ദ്രൻ നിന്റെ തോഴനാണോ? നിന്നെ ഇഷ്ടമാണോ? നിനക്കിഷ്ടമാണോ? നിന്നെ ഇഷ്ടമാണോ? നിനക്കിഷ്ടമാണോ? എന്തു ഭംഗി നിന്നെ കാണാൻ എന്റെ ഓമലാളെ, മകരസൂര്യനോമനിക്കും മഞ്ഞു തുള്ളി പോലെ, മകരസൂര്യനോമനിക്കും
മഞ്ഞുതുള്ളി പോലെ മുത്തുമാല ചാർത്തി നിൽക്കും മുല്ലവള്ളി പോലെ എന്തു ഭംഗി നിന്നെ കാണാൻ എന്റെ ഓമലാളേ. ഇന്നലെകൾ ഇന്നലെകൾ നാളെയിൽ പോയി മറയും, കണ്ണുനീരും വേദനയും പുഞ്ചിരിയായി വിരിയും. ഇനി വന്നാട്ടെ എന്നെ വിട്ട് പോകരുതേ, ഉയിർ തന്നാട്ടെ മുന്നിൽ നിന്ന് മായരുതേ. എൻ മനസ്സിൻ ചിപ്പിയിലും മുത്തുണ്ട് തമ്പുരാട്ടി ഒരു സഖ്യസാനുശ്രുതി ചേർത്തു വച്ച മണി വീണയാണെന്റെ കേരളം. നീലസാഗരപതിന്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാന്ത്വനം. ഇളകിയാടുന്ന ഹരിതമേഖലയിൽ അലയിടുന്ന കളനിസ്വനം. ഓ നിസ്വനം കളനിസ്വനം. സഖ്യസാനുശ്രുതി ചേർത്തു വച്ച മണി വീണയാണെന്റെ കേരളം. നീലസാഗരമതിന്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാന്ത്വനം.